നല്ല മഴയുള്ള ഈ രാത്രിയിൽ ഒരു ചൂട് കട്ടനമടിച്ച് പ്രൊജക്ടറിൽ ഒരുപാട് സുഹൃത്തുക്കളും ഒന്നിച്ചിരുന്ന് ഇന്ത്യയുടെ ഫൈനൽ T20 മത്സരം കാണാൻ നമുക്കൊന്ന് പോയാലോ? രാഹുലും റോബിനും താമസിക്കുന്ന വീട്ടിലാണ് നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി കളി കാണാനുള്ള പ്ലാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. എനിക്കൊരു ബസ് കയറണം, അവിടുന്ന് ഒരു മെട്രോ കയറണം. മെട്രോ കയറി ഒരു സ്റ്റേഷൻ അപ്പുറത്ത് തന്നെ എന്നെ ജിമ്മൻ ചേട്ടൻ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടത്തേക്ക് പോവാണ്. മെട്രോ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ജിമ്മൻ ചേട്ടൻ അവിടെ എത്തി എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇതാണ് ജിമ്മൻ ചേട്ടൻ. നമ്മളെല്ലാവരും ജിമ്മൻ ചേട്ടൻ എന്നാണ് സ്നേഹത്തോടെ വിളിക്കുക. പുള്ളി നല്ലൊരു വൈബുള്ള ആളാണ് കേട്ടോ. എന്നോട് പറഞ്ഞു, താജിക്ക മഴയല്ലേ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? സെയിം വൈബ്. ഞാൻ പറഞ്ഞു, ജിമ്മൻ ചേട്ടാ ഒന്നല്ല, നമുക്ക് 2 എണ്ണം കഴിക്കാം. അങ്ങനെ നേരെ അടുത്തുള്ള ബാസ്കിൻ റോബിൻസിലോട്ട് പോയി. അവിടെ നിന്ന് നമ്മൾ 2 ഐസ്ക്രീം ആദ്യം ഒന്ന് ഓർഡർ ചെയ്തു. അത് കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും ഒന്നും കൂടി കഴിക്കാം. അങ്ങനെ രണ്ടാമത്തത് കഴിച്ച് പകുതി ഞാനെടുത്ത് ചെറിയൊരു മഴയത്ത് അതും കഴിച്ചുകൊണ്ടും ഇങ്ങനെ നടന്നു. വണ്ടി കയറി നേരെ റൂമിലോട്ട്. ഫൈനൽ മത്സരം, ഇന്ത്യ കപ്പടിക്കോ എന്ന് നോക്കാം. ഇതാണ് റോബിൻ്റെയും രാഹുലിൻ്റെയും റൂം. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മളാണ് ഏറ്റവും ലാസ്റ്റായിട്ട് എത്തിയത്. അങ്ങനെ രാഹുലും സുമേഷ് ഭായിയും കൂടി രാത്രിയത്തേക്കുള്ള നല്ല അടിപൊളി ബീഫ് കറിയും കൂടെ പൊറോട്ടയും. പൊറോട്ട ഫ്രോസൺ ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. ഈ പ്രൊജക്ടർ വെച്ചാണ് നമ്മളിന്ന് ഇവിടെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള T20 മത്സരം, ഫൈനൽ മത്സരം, ഇന്ത്യ കപ്പടിക്കോ എന്ന് നോക്കാം. ഇത് കാണാനുള്ള ആ ഒരു ആവേശത്തിലാണ് നമ്മളെല്ലാവരും. പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രൊജക്ടർ നമ്മളെ ചതിച്ചു. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക്. വന്നപാട് സെറ്റ് ചെയ്തപ്പോൾ എല്ലാം ക്ലിയർ ആയിരുന്നു. കളിയുടെ സമയമാകുമ്പോഴേക്കും അവൻ നമ്മളോട് പിണങ്ങി, എന്നാന്നറിയില്ല. അവസാനം നമ്മളെല്ലാവരും ഫോണിലൂടി കളി കണ്ടു. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും 2 പേര് അവർ താഴേക്ക് പോയിരുന്നു. ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ തിരിച്ചു വന്നു. അവരൊരു ചെറിയ എന്തോ സാധനം പിടിച്ചു വെക്കാനുള്ളതാണ്. അത്രേ ഉണ്ടായിട്ടു. ആഹാ, നല്ല ക്ലൈമറ്റ് കേട്ടോ. ആ, അപ്പം ആ കടയിൽ എന്തോ സാധനം എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അമ്മച്ചി വന്നിട്ട് വിളിച്ച്, പല്ലി വാ പെട്ടെന്ന് വാ. നമ്മള് ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോഴേക്കും അവര് സാധനങ്ങൾ വെച്ചിട്ട് 2 പേരും പോയി. നല്ല പുറത്തിറങ്ങിയിട്ടാ എന്താ രസം. നമുക്ക് നല്ല കാറ്റ്, നല്ല മഴയായിരുന്നു. എവിടേക്കോ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇവിടെ മഴ നിന്നു. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ വൻ ഫ്ലോപ്പായി. ഫ്ലോപ്പ് എന്നല്ല, നല്ല രസമായിരുന്നു എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ. എന്താ പറയാ, ഇന്ത്യയുടെ കളി നമ്മള് ഫോണിൽ വെച്ച് കാണുന്നുണ്ട്. പക്ഷെ പ്രൊജക്ടറിൽ വെച്ച് ഒന്നിച്ചിരുന്ന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഒത്തുചേരൽ. ഇന്ത്യയുടെ കപ്പ്, വേൾഡ് കപ്പ്, അങ്ങനത് ഏകദേശം ആദ്യം വിക്കറ്റൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട്. കോഹ്ലിയുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഫീൽഡിങ് ആകുമ്പോഴേക്കും പ്രൊജക്ടറൊക്കെ ശരിയായി നമ്മൾ പ്രൊജക്ടറിൽ കാണുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും. മഴയായതുകൊണ്ട്, അന്ന് വീക്കെൻഡാണ്, പക്ഷെ മഴയായതുകൊണ്ട് എല്ലാവരും 7 മണിക്ക് എല്ലാവരും വീട്ടിനകത്തേക്ക് കയറി. കുറവായിരുന്നു ഇന്ന്. ഈ വീക്കെൻഡിൽ നല്ല പുറത്തെല്ലാവരും ഉണ്ടാവാറുണ്ട്. കച്ചവടക്കാരാണ് ഒരു വീക്കെൻഡിൽ വരുന്നൊരു കച്ചവടം. അവരെല്ലാ ബിസിനസ്സും ഒരു ദിവസം കൊണ്ട് അങ്ങനെ പോയി. അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസമല്ലേ. അത് മഴ പെയ്യണ്ടെന്നല്ല, പക്ഷെ ഇനിയിപ്പോ 2-3 ദിവസം ഇവിടെ മഴയുണ്ടാവും. അതൊരു സുഖമാണ്. കാരണം ഇവിടെ സമ്മർ തുടങ്ങി, നല്ല ചൂടാണ്. ആ ഒരു പീക്കിലേക്ക് വരുന്നതിന് ഇപ്പൊ 2 ദിവസം 3 ദിവസം മഴ ഉണ്ടാവും എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും ചൂട് കൂടും.
അതൊരു ഓഗസ്റ്റ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നല്ല സീസണാണ്. നിങ്ങൾ കൊറിയയിലോട്ട് വരുന്നുണ്ടെങ്കിൽ, ടൂറിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സീസൺ സെപ്റ്റംബർ അല്ലെങ്കിൽ ഏപ്രിൽ, ചെറി ബ്ലോസം. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് സമ്മർ കഴിഞ്ഞ് വിന്റർ തുടങ്ങുന്നതിന് മുമ്പുള്ള സെപ്റ്റംബറിൽ ഓട്ടം സീസൺ അടിപൊളിയാണ്. ഈ 2 മാസമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഈ 2 മാസം നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആണോ എന്നാൽ നിങ്ങൾക്ക് കൊറിയയിലോട്ട് വരാം. ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ. അങ്ങനെ രാവിലെ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ സമയം 4 മണി. ആ 4 മണിക്ക് ഒരു അരമണിക്കൂറും അങ്ങനെ ഉറങ്ങിയുള്ളൂ. എഴുന്നേറ്റു. ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെത്തുമ്പം എല്ലാവരും ഹാളിലും റൂമിലുമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നു. പതുക്കെ ഇവരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മെല്ലെ വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി നേരെ അടുത്തുള്ളൊരു കോഫി ഷോപ്പിലോട്ട് പോയി. അങ്ങനെ അവിടെ നിന്നൊരു കോഫിയും വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. ഒരു 5:30 മണിയാകുമ്പോഴേക്കും ഇതിനടുത്ത് തന്നെയാണ് പ്രമോദ് ഭായും പ്രശാന്ത് ഭായും താമസിക്കുന്നത്. അപ്പം എന്നാൽ അവരൊന്ന് പോയി കണ്ടാലോ, രാവിലത്തെ ഒരു നടത്തവും കൂടി ആവുമല്ലോ. പക്ഷേ അവരെ 2 പേരെയും വിളിച്ച് ഫോൺ എടുത്തില്ല. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലോട്ട് ചെന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും മെല്ലെ മെല്ലെ എഴുന്നേറ്റ് റെഡിയായി. അങ്ങനെ ഇന്നലെ രാത്രി നടന്ന കോമഡി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. മറ്റേ കോട്ടിട്ടാണ് മറ്റേ പ്രൈം കോട്ടില്ലേ, അതിന്റെ ഞാൻ നടന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എവിടേക്കോ, ഞാൻ പറഞ്ഞു ചിങ്ങൂറും ക്രിക്കറ്റ് വേൾഡ് കപ്പ് കാണാൻ പോകുന്നു, T20 വേൾഡ് കപ്പ്. അപ്പൊ അത് മനസ്സിലായി, T20 വേൾഡ് കപ്പ് ഇന്ത്യ സൗകര്യം. അപ്പൊ അവര് എന്നെ അടിച്ചുപോയി. എവിടെ ഞാൻ ചിങ്ങൂറും അമേരിക്കയിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് പോകാൻ വിചാരിച്ചു. 2 കിലോമീറ്റർ പോലും ഇല്ല. അപ്പം ഞാൻ ജിമ്മൻ ചേട്ടനെയും കൂട്ടി അവരെ ഒന്ന് കാണാമെന്ന് വെച്ച് ഞങ്ങളങ്ങനെ അവരെ കാണാൻ പോയി. കാഞ്ഞങ്ങാട് മറ്റേ അവിടെ തന്നെയായിരുന്നു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചായിരുന്നു. ഓസ്ദുർഗ് അവിടെ പണ്ട് ഇന്ദിരാഗാന്ധി വന്നു. അവിടെ ഒരു ഹെലിപ്പാഡ് ഇല്ലേ? നമ്മളതിന്റെ കണ്ടിട്ടില്ലേ, ജോസഫിന്റെ സിനിമക്ക് വന്നവരെ കണ്ടിട്ടില്ല. അന്ന് ഞങ്ങളെ വിളിച്ച നിങ്ങളൊന്നും വന്നിട്ടില്ല. മറ്റേ പരിപാടി ഞങ്ങള് കറി തന്നാലേ ഞാള്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും കറി വെക്കാൻ നിങ്ങളെ കൂട്ടാൻ വേണ്ടിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര സ്പെഷ്യൽ. അതും കൂടെ എടുക്കില്ല. ഞാൻ നിങ്ങളെ റൂമിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെ സാധനം എല്ലാം കയറ്റാൻ വേണ്ടി ഞാൻ അന്ന് ഉള്ളിൽ കയറിയായിരുന്നു. ചോറ് മാത്രമായാൽ അല്ല, ഇവിടെ കറി ഇതാക്കുന്നുണ്ട്, ബിരിയാണി ആക്കുന്നുണ്ട്. ഇത് നമുക്ക് മറ്റേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബിരിയാണി അടിച്ചിട്ട് ഇവിടുന്ന് ഇയാളെടുക്കുന്ന അവിടുന്ന് ബിരിയാണി അടിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ ഓരോ സമയത്ത് വന്നിട്ട് ഇത് രാത്രിത്തേക്കുള്ളത്, നാളെ രാവിലത്തേക്കുള്ളത്. സമയമില്ലല്ലോ മറ്റേ ഇന്ന് പോസ്റ്റോ ഒരു പരിപാടി ഉണ്ട്. അല്ലല്ല, ഓനൊരു കസ്റ്റമറെ കാണാൻ പോകും. അങ്ങനെ പ്രമോദ് ഭായിയും പ്രശാന്ത് ഭായിയും കണ്ടിട്ട് നേരെ റൂമിനടുത്തെത്തുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു സിയുലേക്ക് പോയി. അപ്പോൾ സിയുവിൽ പോകുമ്പോൾ പുറത്തുണ്ട് ഒരു വിഷാദനായിരിക്കുന്ന ഒരാൾ. എവിടെയോ കണ്ട് പരിചയം. എനിക്ക് പെട്ടെന്ന് കത്തി. ഞാൻ എന്നിട്ട് എൻ്റെത് ആ സംശയമാണോ എന്ന് ചോദിച്ചു. റോബിനോടും ചോദിച്ചു, എടാ ഇയാളെ നിനക്ക് പരിചയമുണ്ടോ? അപ്പോൾ റോബിനും പറഞ്ഞു, ഇത് അയാളല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ അത് അയാളാണെന്ന്? ശരിയാണ്, അയാളെപ്പോലെ തന്നെ ഒരാൾ. ഞാൻ പറഞ്ഞു എന്നിട്ട് അയാൾക്ക് ഗൂഗിളിലെടുത്ത് അയാളെ ഫോട്ടോ ഒക്കെ കാണിച്ചു. പുള്ളി ചിരിക്കുകയാണ്. ഞങ്ങൾ പ്രമോദ് ഭായി കണ്ട് തിരിച്ച് GS-ലോട്ട് പോകുന്ന വഴിയിലാണ് ഞാൻ ഈ കിളിയെ കണ്ടത്. അപ്പോൾ റോബിൻ പറയുന്നുണ്ടായിരുന്നു, ഇത് വെയിൽ കൊള്ളാൻ വേണ്ടി വന്നതാണ്.
തിരിച്ചു വരുമ്പോഴത് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. എനിക്കെന്തോ സങ്കടം തോന്നി. കുറച്ച് വെള്ളത്തിനായിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളം കൊടുത്തു. പക്ഷെ എന്നെ പേടിച്ചത് ഓടി. എന്നാലും ഞാനതിനെ പിടിച്ച് വീണ്ടും പുറത്തിറങ്ങിയാൽ വേറെ എന്തെങ്കിലും വന്ന് പൂച്ചയോ പട്ടിയോ വന്ന് കടിക്കുമെന്ന് ഉള്ള പേടിയിൽ ഞാൻ വീണ്ടും അതിനടുത്ത് അവിടെ ഒരു പൊട്ടിയൊരു ടൈൽസ് ഉണ്ടായിരുന്നു. ആ ടൈൽസിനെ ഒരു റൂഫ് പോലെയാക്കി ഒരു ഇട്ട് റൂമും മുറി പോലെ അതിനകത്ത് കൂടുമ്പോൾ പിന്നെ അവിടെ അവൻ്റെ കരച്ചിൽ നിന്നും ഇത് നിന്നും എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവനെ സേഫ് ചെയ്യുന്ന ആ തന്ത്രപ്പാടിൽ ഞാൻ വീഡിയോ മൊത്തത്തിലെടുത്തു. അങ്ങനെ ഒരു കിളിക്ക് ഒരു കൂട് വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ അവനൊരു ദിവസം കൂടി കൂടുതൽ ജീവിക്കാൻ ഞാൻ ഒരു കാരണമായി, എൻ്റെ കൈകൾ ഒരു കാരണമായി. അതെല്ലാം ഒരു നിമിത്തമാണ്. ആ ഒരു സന്തോഷത്തിൽ ഞാൻ അവിടെ നേരെ വീണ്ടും റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മരുമാൻ്റെ കോൾ വന്നത്. മരുമാൻ ജപ്പാനിലാണ്, പക്ഷേ അവൻ എയർപോർട്ടിൽ നിന്ന് ടോക്കിയോ നിന്ന് സോളിലേക്ക് വരുന്ന ഒരു ചെറിയൊരു ട്രിപ്പിലാണ്. അപ്പോൾ പെട്ടെന്നായിരുന്നു എല്ലാം തീരുമാനം. ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുമായിരുന്നു. പിറ്റേന്നാൾ വൈകുന്നേരം അവന് തിരിച്ച് ബുസാനിലോട്ട് പോകണം. അപ്പം പോകുന്ന വഴിയിൽ ഞാൻ മെട്രോ സ്റ്റേഷൻ അടുത്ത് വെയിറ്റ് ചെയ്തു. അവൻ അവിടത്തേക്ക് ഒരു ടാക്സി പിടിച്ചു വന്നു. ഒരു ദിവസത്തേക്ക് ജപ്പാനിൽ നിന്ന് കൊറിയയിലേക്ക് വന്ന മരുമോനുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി എത്തി. ഞാൻ കാണുന്നത് ഇപ്പോ വൈകുന്നേരം 4 മണി. നമ്മളിവിടെ ഇതെവിടെയും കണ്ട് പരിചയമുണ്ടോ? ഹിമാലയ, നമ്മുടെ ഒരു ഹിമാലയ റെസ്റ്റോറന്റിലുള്ളത്. പുള്ളി നേപ്പാളികളാണ്. നേപ്പാളി റെസ്റ്റോറന്റാണ്. വൈഫൈൻ്റെ ഇത് വരാൻ കുറെ പണിയുണ്ട്. നമ്മളെ ബാങ്ക് കിട്ടാം. ഇത് ഓഷ്യൻ ബാങ്കാണ്. അനാ അവന് ബിസിനസ് മീറ്റിംഗ് ബുസാനിലായിരുന്നു. ഇവിടുന്ന് ബുസാനിലേക്ക് 640 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞാനത് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഞാൻ തന്നെ ക്യാൻസൽ ചെയ്തു. ഞാനിതുവരെ പോയില്ല ബുസാനിൽ, പക്ഷെ എനിക്ക് പോകണമെന്നുണ്ട്. കാരണം ഞാനത് സൈക്കിളെടുത്തേ പോവുള്ളൂ. അങ്ങനെ ഞാൻ അവന് അവിടുന്ന് KTX, അതായത് ബുള്ളറ്റ് ട്രെയിൻ കയറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുനിന്ന് ഒരു 5 സ്റ്റേഷൻ അപ്പുറത്ത് അസാനിലേക്ക് ഇറങ്ങി നമ്മൾ. ഇതാണ് അസാൻ സ്റ്റേഷൻ. മെട്രോ സ്റ്റേഷൻ വളരെ ചെറുതാണെങ്കിലും KTXൻ്റെ തൊട്ടടുത്ത് തന്നെയാണെല്ലാം. അതിൻ്റെ ടെർമിനൽ വളരെ വിശാലമാണ്. ഇല്ല, നമുക്കിപ്പോ അതിനൊരു ഫോട്ടോ അടിച്ചു കൊടുക്കാം. കാർ നമ്പർ എത്ര? 16 അല്ല. ഓക്കെ. രണ്ട് കാര്യം നോക്ക്. ശ്രദ്ധിക്ക്. അടുത്തിട്ട് വിളിക്ക്, മെസ്സേജ് ആക്ക്. ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. തിരക്കാക്കണ്ട. ലാസ്റ്റ് വരെ
ട്രെയിൻ ടു ബുസാൻ. ഓക്കെ. അങ്ങനെ ഒരു നല്ലൊരു രാത്രിയും ഒരു പകലും സമ്മാനിച്ചുകൊണ്ട് ഈ വീക്കെൻഡും കടന്നുപോയി. അവൻ ബുസാനിലോട്ടും ഞാൻ നേരെ റൂമിലോട്ടും മടങ്ങും. അപ്പോൾ രോഹിത്തിനും കൂട്ടർക്കും വേൾഡ് കപ്പ്, ഇന്ത്യക്ക് വീണ്ടും ഒരു വേൾഡ് കപ്പ് കൂടി നേടിത്തന്ന രോഹിത്തിനും കൂട്ടർക്കും ഒരു ബിഗ് സലോട്ടോട് കൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി പുതിയൊരു വിശേഷവുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.